ഈ നൂലിനൊന്നാണ്ട് കേറിയാലെന്താ? മതി എന്നെ കൊണ്ട് ചെയ്യ. അല്ലാന്ന് ഭരിക്കുന്ന കൂട്ടര് പറയുന്നു ആനുകൂല്യങ്ങളൊക്കെ ശരിക്കും കിട്ടണില്ലേ, അത് ഇഞ്ഞും കൂട്ടുന്ന്. ഞമ്മളെ കൂട്ടര് പറയുന്നു. ഞമ്മളെ കൂട്ടരല്ല, എൻ്റെ കൂട്ടര്. ആ ഓര് പറയുന്നു ഈ നശിച്ച ഭരണം മാറണോ, ഞമ്മള് വന്നാ ഇതൊക്കെ ഡബിൾക്ക് ഡബിളാക്കുന്നു. ആർക്കാ അപ്പൊ വോട്ട് ചെയ്യ? ആകെ കമ്മീഷനായി. എന്ത് കമ്മീഷനാ? എന്റെ ഉമ്മ കമ്മീഷൻ അല്ല, കൺഫ്യൂഷൻ. ആ അങ്ങനെയും പറയാ. ഇനിയിപ്പോ എന്താ ചെയ്യ? ആർക്കാ വോട്ട് ചെയ്യ? മോളെ, എൻ്റെ അമ്മ എപ്പോഴും ആ പഴയ പച്ചക്കുളത്തിലെ പച്ചത്തവളായിട്ട് തന്നെ നിൽക്കുക. ഇന്നെക്കൊണ്ട് ഇനി പെയ്യ, എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നോക്ക്. പച്ചക്കുളാ പച്ചത്തവളെ എന്താ നിങ്ങൾ പറയുന്നേ? എന്റെ ഉമ്മ കാലം മാറണത് ഇങ്ങളും കാണുന്നില്ലേ? കഴിഞ്ഞ 10 കൊല്ലായിട്ടുണ്ടായ മാറ്റങ്ങള് ഈ പേരെ കുത്തിരിക്കണേ ഇങ്ങക്ക് തന്നെ മനസ്സിലായില്ലേ? വെല്ലിപ്പാൻ്റെയും വെല്ലിമാൻ്റെയും പെൻഷൻ പൈസ മുടങ്ങാതെ കിട്ടിയിരുന്നതും അതിങ്ങനെ കൂടി വരുന്നതും ഓർമ്മയില്ലേ ഇങ്ങക്ക്? കഴിഞ്ഞല്ലോ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച നമ്മളെ താത്താനെയും കുട്ടിന് ₹1 ചെലവില്ലാതല്ലേ കാറും വിളിച്ച് പേരേക്ക് എത്തിച്ചത്? അത് ശരിയാ. മാത്രാണോ നമ്മളെ കേരളത്തിന്റെ ചരിത്രത്തില് ഇത്രയും വികസനം നടന്നൊരു കാലം വേറെ ഉണ്ടായിട്ടില്ല. റോഡുകള്, പാലങ്ങള്, ആശുപത്രികള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇതുവരെ ഇല്ലാത്ത വികസനം കൊണ്ടുവന്നു. ഘട്ടം ഘട്ടമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉയർത്തിയതും അത് മുടങ്ങാതെ അർഹരായ മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്തു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഉണ്ടാക്കിയ കുടുംബശ്രീ ഇന്ന് നിരവധി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നു. കാർഷിക, വ്യവസായ, വാണിജ്യ മേഖലകളിൽ യുവാക്കളെ പങ്കാളികളാക്കുന്നതിന് നിരവധി സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു. തീരദേശ മലയോര മേഖലകളിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. ഇന്ത്യയിലെ ഈ കേരള നമ്പർ 1 ആയി മാറിയത് ഈ ഇടതുപക്ഷ ഭരണത്തിന് കീഴിലമ്മ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നല്ലാതെ. എൻ്റെ ഉമ്മ കഴിഞ്ഞ നവംബർ 1 നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ നമ്മളെ തെക്കേലെ താമേട്ടനും കുട്ടികളും ലൈഫിലൂടെ ഓൽക്കിട്ടിയ വീട്ടിലിരുന്ന് സന്തോഷിച്ചത് കണ്ടപ്പോൾ അൽഹംദുലില്ലാ ഹൈറാക്കി കൊടുക്കണമെന്ന് ദോയായിരുന്നത് നിങ്ങൾ മറന്നുമ്മ? ഇല്ല മോളെ, അത് ഞമ്മള് മറക്കൂല. അറ്റങ്ങളെ സന്തോഷം കണ്ടപ്പോ അതാ പറഞ്ഞതുമ്മ. കേരളത്തിൽ ഈ സന്തോഷമൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം തന്നെ തുടരണം. അല്ല അതൊക്കെ പോട്ടെ, ഇത് എവിടുന്നപ്പോ പുതിയൊരു മാസ്കൊക്കെ? മാസ്കി അല്ല, മാക്സി. അങ്ങനെയും പറയാ. അത് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടിയപ്പോ വാങ്ങിയതാണ്. എന്താ സമ്മതിക്കാനൊരു മടി? അതാ പറഞ്ഞത്, നമ്മളെപ്പോലത്തെ പെരയില് സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആര് വരണെന്ന്? LDF വരണെന്ന്. അയ്യവാ കൊടുകായി തരൂല. പച്ചക്കുളം പച്ചത്തവള ഇപ്പോഴാണ് ഞമ്മക്ക് പിടി കിട്ടിയത്. ഇനി ഞമ്മളതല്ല. ഇനി ഞമ്മളും ചപ്പാണ്.